സൂപ്പർ. ജബ്ബാർ കുറേ ദിവസമായി പറയുന്ന അൽഫാമിന്റെ ഒരു മാജിക് റെസിപ്പി അവന്റെ കയ്യിലുണ്ടെന്ന്. അത് തള്ളാണോ അല്ലെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കണല്ലോ. വറ്റൽ മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തൈര് മിക്സ് ചെയ്ത പേസ്റ്റ് ആണത്. അതിലേക്ക് കാണുന്ന മസാലകളൊക്കെ ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അറഞ്ചും പുറഞ്ചും വരയിട്ട് വെച്ച ചിക്കനിലേക്ക് മസാല തേച്ച് പിടിപ്പിച്ച് കുറച്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, ടൊമാറ്റോ പേസ്റ്റ്, ജീരകം എന്നിവ മിക്സിയിലിട്ട് അടിച്ചെടുത്തതിനു ശേഷം ആ എണ്ണയിലിട്ട് ചൂടാക്കി ഒന്ന് മാറ്റി വെക്കുക. ഇത് ഷെസ്വാൻ മസാല എന്നാണ് പറയുന്നത്. ഈ മസാല എപ്പോ എവിടെ പ്രയോഗിക്കണമെന്ന് വഴിയെ പറഞ്ഞുതരാം. നേരത്തെ മസാല പുരട്ടി വെച്ച ആ ഫുൾ ചിക്കൻ കനലിന്റെ മുകളിൽ വെച്ചൊന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടതിന് ശേഷം അതിനെ കുത്തി കുത്തി നോവിച്ച് ഹാഫ് വേവ് ആയി കഴിഞ്ഞാൽ അതെടുത്ത് പുറത്ത് വെക്കുക. മസാല പുരട്ടി വെച്ച ചിക്കനെല്ലാം ഹാഫ് വേവ് ആക്കി മാറ്റി വെച്ചതിന് ശേഷമാണ് യഥാർത്ഥ പരിപാടി തുടങ്ങുന്നത്. ഫുൾ ചിക്കൻ 4 പീസാക്കി വീണ്ടും കനലിലേക്ക് എടുത്തൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുക. നേരത്തെ മാറ്റി വെച്ച ആ ഷെസ്വാൻ മസാല തേച്ച് പിടിപ്പിക്കേണ്ട സമയമാണ് ഇനി. അതിനുശേഷം ക്രഷ്ഡ് പെപ്പർ, ചാറ്റ് മസാല, ക്രഷ്ഡ് ചില്ലി അതിന്റെ മുകളിൽ ഇട്ട് ഒന്നുകൂടി വേവിച്ചെടുത്താൽ നമ്മുടെ ഐറ്റം റെഡി. ഒരു കഷ്ണം പൊറോട്ടയിലെ അൽഫാമിന്റെ പീസ മസാലയോട് കൂടിയെടുത്ത് മയോണൈസും കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല. ഞാൻ ഇതുവരെ കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അൽഫാം തന്നെ ഇതിനെ പറയും. നിങ്ങളും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾ എറണാകുളമുള്ളവരാണെങ്കിൽ ഉണ്ടാക്കി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. കാക്കനാടുള്ള ജബ്ബാറിന്റെ ബെസ്റ്റ് ബേക്കറിയിൽ അതേ റെസിപ്പിയാണ്. അവസാനം പച്ചമാങ്ങ മൊയ്ത്തോ കൂടി കുടിച്ചു. വീണ്ടും നല്ല നല്ല വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ.